ഇപ്പൊ എനിക്ക് നടക്കാൻ ഫ്രീ ആണ്. എന്റെ കാലിന്റെ മുട്ട് ഫ്രീ ആണ്. മറ്റേ പിടുത്തം പോലെയാണ്. പിടുത്തം പോലെ ഭയങ്കര സ്ട്രെയിൻ എടുത്താണ് ഞാൻ. ഇപ്പൊ എനിക്ക് രണ്ട് കാലും ഒരുപോലെ വെച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. നേരത്തെ എനിക്ക് ഇങ്ങനെ പറ്റില്ലായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇരുന്നപ്പോഴാ ഇങ്ങനെ അങ്ങനെയായിരുന്നു. ഇപ്പൊ ആ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. എന്നുവെച്ചാൽ എനിക്ക് തന്നെ ഒരു പുതിയ കാല് കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ഇപ്പോൾ ഉള്ളത്. കാര്യമായിട്ടുള്ള പേയ്മെന്റ് വരുന്നില്ല. അതൊരു വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. വേറെ പലയിടത്തും ഞാൻ പോയിട്ട് നല്ലതായിട്ട് പൈസ മുടക്കിയിട്ടുണ്ട്. എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ സമീപിക്കാവുന്നതാണ്. വളരെ നല്ല റിസൾട്ടാണ്. ഞാൻ എൻ്റെ കാലിന് മുട്ടിന് വേദന ഒരു 6 വർഷത്തെ മുമ്പ് ഞാനൊന്ന് വീണായിരുന്നു. ടൈലിൻ്റെ മുകളിൽ തെന്നി വീണതാണ്. തെന്നി വീണ ശേഷം എനിക്ക് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ പല 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 ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. കോയമ്പത്തൂർ വരെ പോയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും ഫലപ്രദമല്ലായിരുന്നു. ഇപ്പം എനിക്ക് നടക്കാൻ ഫ്രീ ആണ്. എൻ്റെ കാലിൻ്റെ മുട്ട് ഫ്രീ ആണ്. മറ്റേ പിടുത്തം പോലെയാണ്. പിടുത്തം പോലെ ഭയങ്കര സ്ട്രെയിൻ എടുത്താണ് ഞാൻ. ഇപ്പം എനിക്ക് രണ്ട് കാലും ഒരുപോലെ വെച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് അങ്ങനെയല്ല. ഈ വലത്തെ കാലിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പേടിച്ചിട്ട്. ഈ കാലിലാണ് കൂടുതൽ സ്ട്രെയിൻ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. രണ്ട് കാലും ഒരുപോലെ ബലപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നേരത്തെ എനിക്ക് ഇങ്ങനെ പറ്റില്ലായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇരുന്നപ്പോഴാ ഇങ്ങനെ അങ്ങനെയായിരുന്നു. ഇപ്പൊ ആ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. കാര്യമായിട്ടുള്ള പേയ്മെന്റ് വരുന്നില്ല. അതൊരു വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. വേറെ പലയിടത്തും ഞാൻ പോയിട്ട് നല്ലതായിട്ട് പൈസ മുടക്കിയിട്ടുണ്ട്. എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇവിടെ ആ പ്രൊസീജിയറിന് നിസ്സാരം മാത്രമേ എന്നോട് വാങ്ങിച്ചിട്ടുള്ളൂ. അതാണ് എനിക്ക് അതൊരു വലിയൊരു സഹായമാണ്. എനിക്ക് സംബന്ധിച്ചാൽ വലിയ ഫിനാൻസ് ഒന്നും ഉള്ള ആളൊന്നുമല്ല. എങ്കിലും ഇത് സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ സമീപിക്കാവുന്നതാണ്. വളരെ നല്ല റിസൾട്ടാണ്. നടക്കുമ്പോൾ എനിക്ക് വലത്തെ കാലിന് ബലം കൊടുക്കാൻ പേടിയായിരുന്നു. ചില സമയത്ത് ബലം കൊടുക്കുമ്പോൾ മുള്ള് കൊള്ളുന്ന പോലെ ബലം പോയിട്ട് വീഴുന്ന പോലെ ആയിപ്പോവായിരുന്നു. അങ്ങനെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ജോലി എന്ന് പറഞ്ഞാൽ പിന്നെ സർവീസാണ് ഫാനിൻ്റെ ഒക്കെ. അപ്പം ലാഡറൊക്കെ കയറിയുള്ള വർക്കൊക്കെ ചെയ്യുമ്പം ഞാൻ കരഞ്ഞിട്ടുണ്ട്. അത്ര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും നമുക്ക് ജീവിക്കാൻ തൊഴിൽ വേണമെന്നുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. എന്നുവെച്ചാൽ എനിക്ക് തന്നെ ഒരു പുതിയ കാല് കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ഇപ്പോൾ ഉള്ളത്. വലത്തെ കാലിൻ്റെ ചിരട്ടെന്ന് പറഞ്ഞ ആ ഭാഗം തെന്നി മാറി നിൽക്കുകയായിരുന്നു. രണ്ട് കാലിൽ ഒരുമിച്ച് എക്സ്റേ എടുത്തുന്നത്. അപ്പം നല്ല ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവിടെ തേയ്മാനം വന്നിട്ടുണ്ട്. അതിപ്പം പ്രൊസീജിയർ ചെയ്തപ്പം ആ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം വളരെ കംഫർട്ടാണ്. ഇനിയിപ്പോൾ ഇത് കണ്ടിന്യൂസ് നിലനിർത്താൻ വേണ്ടി കുറച്ച് എക്സസൈസും പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാതെ ഒരു വിഷമം എനിക്കിപ്പോൾ ഇല്ല. നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഈ കാലിൻ്റെ മുട്ടിന് വേദനയ്ക്ക് ബുദ്ധിമുട്ട് നടക്കാറുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പരിപൂർണമായിട്ടും ഇവിടെ മാറിക്കിട്ടും. ഇത് എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന പല ആൾക്കാർക്കും ഒരു ഉപകാരമായിട്ടെന്ന് ഓർത്താൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെട്ടത് തന്നെ. പക്ഷേ വളരെ എഫക്റ്റീവാണ്. എൻ്റെ കാലിനും മുട്ടിനും ഇപ്പം ഒട്ടും ബുദ്ധിമുട്ടില്ല. എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള വ്യായാമം ഞാൻ ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾക്കും ഒരു ഉപകാരമായി വരട്ടെ.